6 മതങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ 6000-ഓളം വരുന്ന ഭാഷകൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ 60,000-ഓളം വരുന്ന ഉപഭാഷകൾ തദ്ദേശീയ ഭാഷകൾ എന്ന് പറയുന്നത്, ആയിരക്കണക്കിൽ വരുന്ന വർഗങ്ങൾ, അതുപോലെ തന്നെ 10,000-കണക്കിൽ വരുന്ന ഉപജാതികൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ രാജ്യം. അതുപോലെ തന്നെ പ്രത്യേകമായ വേഷം, ഭാഷ, വസ്ത്രധാരണ രീതികൾ, ഭക്ഷണ രീതികൾ, ഉത്സവാഘോഷ രീതികൾ, ഇങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാട്ടിലെ ഇങ്ങേയറ്റത്തുള്ള ഒരാൾ എന്തു പറയുന്നു എന്നുള്ളത് അങ്ങേയറ്റത്തുള്ള ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വല്ലാത്തൊരു രാജ്യം. അതുപോലെ തന്നെ സമൃദ്ധമായ ഒരു രാജ്യം, 3 ഭാഗങ്ങളിലും സമുദ്രങ്ങൾ നിറഞ്ഞ, നിരവധി പർവ്വതങ്ങളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണുകളെ കൊണ്ട് സമ്പുഷ്ടമായ ഒരു മഹാരാജ്യം. അതുകൊണ്ടാണ് സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ എന്ന് പറയുന്നത്. ഇന്നതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിട്ടുണ്ടാകാം വന്ദേ മാതരം. പക്ഷേ ആ വന്ദേ മാതരത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് സുജലയാണ്, സുഫലയാണ്, സസ്യശ്യാമളയാണ്. അങ്ങനെ നിരവധിയായ ഒരുപാട് സംസ്കൃതികൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. ചുരുക്കത്തിൽ അതിൻ്റെ ആ സത്ത എന്ന് പറയുന്നത് അത് വൈവിധ്യപൂർണമായ ഒരു രാഷ്ട്രമാണ്. ഈ വൈവിധ്യപൂർണമായ രാഷ്ട്രത്തെ അത് നിരവധി തവണകളിലായിട്ട് അത് ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ പതുക്കെ പതുക്കെയായിട്ട് ഇന്ത്യയെ ഏകീഭവിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. 1857 എന്നുള്ള വർഷം നിങ്ങൾ ഓർക്കുന്ന ഒരു വർഷമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം രൂപപ്പെട്ടു വന്ന ഒരു വലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു ഏകോപിത രൂപമായിരുന്നു എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 1848 കാൾ മാർക്സ് ലോകത്തേക്ക് വെച്ച് വലിയ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അവതരണം നടത്തിയത്. അത് തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനത്തെക്കുറിച്ചുള്ള ഒരു അവതരണമായിരുന്നു. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു അവതരണമായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ മാർക്സ് എങ്ങാണ്ടോ നിന്നോ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ത്യ പ്രായപൂർത്തിയായിരിക്കുന്നു എന്ന്. ഇന്ത്യ പ്രായപൂർത്തിയായിരിക്കുന്നു എന്ന് അന്ന് പറയുമ്പോൾ അതിന് പോരായ്മകൾ നിരവധി ഉണ്ടാകാം. പക്ഷേ അതൊരു പ്രത്യേക രീതിയിലേക്കാണ് പോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മതനിരപേക്ഷതയായിരുന്നു. ആ മതനിരപേക്ഷത ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ ചക്രവർത്തിനിയായിട്ട് അഭിഷേകം ചെയ്യാൻ ഒരു മടിയും അന്നത്തെ മറ്റു വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഗാന്ധിയെ തൊപ്പി അത് അംഗീകരിച്ചതാണ്. ഔറംഗസീബിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഏറ്റവും ദുർബലനായ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ ശരിക്കന്ന് ഭാരത ചക്രവർത്തി ആകേണ്ട ഒരാളാണ്. പക്ഷെ അവരെല്ലാം കൂടി തീരുമാനിച്ചു ഇന്നയാളാണ് ആകേണ്ടത് എന്ന്. അത് 1857 ഒരു ചരിത്രമാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വരവ് എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊക്കെ ഏത് രാജ്യത്താണ്? ഈ പറയുന്ന ഭാഷാം സ്വരൂപിച്ചെടുത്ത അല്ലെങ്കിൽ ഭാഷാം അവതരിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക രാജ്യത്താണ് അത് സംഭവിക്കുന്നത്. ലോകത്തിന് പക്ഷേ ഇങ്ങനെ ഒരു രാജ്യമേ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സൂക്ഷ്മാന്വേഷണത്തിൽ ചിലപ്പോൾ ചിതറിക്കിടക്കുന്ന ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് സവിശേഷമായ ഒരു ഭൂപ്രദേശമാണ് എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്, വൈവിധ്യമാണ്. നാനാതരത്തിലുള്ള ജനങ്ങളുടെ ഏകോപിതമായ ഒരു സംസ്കൃതിയാണ് ഇന്ത്യൻ സംസ്കൃതി എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നിരവധിയായ ഇടപെടലുകൾ പിന്നീട് പല തവണ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വരവുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ന ഉടനെ തന്നെ ആ കോൺഗ്രസിനകത്ത് മതേതരമായ ചിന്താഗതികൾ വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ മതാത്മകമായി മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ നിരവധി ആവശ്യങ്ങളെ അതുപോലെ തന്നെ അവകാശങ്ങളെ അംഗീകരിക്കാൻ പക്ഷം ചേരുന്ന ഒരു സാമ്രാജ്യത്വത്തിൻ്റെ മനോഭാവം ഉണ്ടായിരുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതിൻ്റെ തുടക്കം 1890-890കളോടുകൂടി ആരംഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചരിത്രം, ദേശചരിത്രം എന്ന് രാഷ്ട്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് ഏകമായ ഒരു ദിശയിലൂടെയല്ല നാം വായിച്ചെടുക്കേണ്ടത്. ബഹുസ്വരമായ ഒരു കാഴ്ചപ്പാടിലൂടെ അത് വായിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് നാം ഇന്ന് ഇന്ത്യ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് സ്വാഭാവികമായും ലഭിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഏറ്റവും വിശുദ്ധവും അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തവും പ്രശസ്തവുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ആദ്യം മുതൽ തന്നെ വ്യത്യസ്തമായ ആശയധാരകളുണ്ടായിരുന്നു. ആ ആശയധാരകൾ തിലകൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആശയധാരകളുണ്ടായിരുന്നു. തിലകൻ എന്ന് പറയുമ്പോൾ അത് ഗംഗാനദിയുടെ വിശുദ്ധി അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ ഓലോലം മുങ്ങി എണീറ്റ് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു ശക്തി സ്വഭാവത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് നിൽക്കുന്ന തിലകൻ്റേതായ ഒരുപാട് പൂജാവിധികൾ അതുപോലെ തന്നെ രാഷ്ട്രസങ്കല്പങ്ങൾ അത് നിലനിൽക്കുന്ന ഒരു ഭാഗം. തിലകനും കോൺഗ്രസ്സിലെ തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു. അതിൻ്റെ ഇങ്ങപ്പുറത്ത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തന്നെ കണ്ടു പഠിക്കുകയും നൂതനങ്ങളായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പലതരത്തിലുള്ള സാംസ്കാരിക ചിന്തകളെക്കുറിച്ചുമൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് ഇമ്പീരിയൽ കൗൺസിലിൽ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ആ സമയത്ത് തന്നെ വരുന്ന ഒന്നാണ്. ഗോഖലെയുടെ ഒരു പക്ഷം വരുന്നു.
അങ്ങനെ ഇതിനകത്ത് തന്നെ നാനാതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ധാര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കാണാൻ കഴിയും. വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ 1911 അതുപോലെ തന്നെ 15 ഒക്കെ ആകുമ്പോഴേക്ക് കോൺഗ്രസ് അതിൻ്റെതായ ഒരു രീതിയിലേക്ക് കടന്നു പോകുന്നു. 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് രണ്ടാമതായി വന്നിറങ്ങുന്നത്. ആദ്യമൊക്കെ ദക്ഷിണാഫ്രിക്കയിൽ പോയി അങ്ങനെ അലഞ്ഞു നടന്നിരുന്ന ഗാന്ധി ഒരു പ്രത്യേകമായ മാനസിക സംസ്കൃതി നേടിയെടുത്ത, അല്ലെങ്കിൽ ലോകവീക്ഷണം നേടിയെടുത്ത, ജീവിത അനുഭവങ്ങളുടെ ഒരുപാട് തരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ സ്വാംശീകരിച്ചെടുത്ത ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നു. ഗാന്ധി ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്ക് 1917 ലോകത്തൊരു വലിയ ഭരണമാറ്റം സംഭവിക്കുന്ന ഒരു തൊഴിലാളി വർഗ വിപ്ലവം നടക്കുന്ന റഷ്യ ഉണ്ടാവുന്നു. എല്ലാവർക്കും ഭക്ഷണവും ഭൂമിയും സമാധാനവും കൊടുക്കാൻ കഴിയും എന്ന കൃത്യമായ ധാരണയോടുകൂടി പോകുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടായ ഭരണവ്യവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ലോകം വളരെ പെട്ടെന്ന്. ഈ അവസരത്തിലാണ് 1914 മുതൽ തന്നെ ലോകത്ത് ഒരു പ്രത്യേക ആശയത്തിൻ്റെ ശക്തി വരുന്നത്. അതിനു മുമ്പും ആ ആശയം ഉണ്ടായിരുന്നു. ആ ആശയത്തിന് ശിഥിലീകൃതമായ ഒരുപാട് സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിലും തന്നെ 1914 ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടി അത് വളരെ പ്രത്യേകമായ ഒരു ദിശയിലേക്ക് പോവുകയാണ്. ആ ദിശയിലാണ് ഫാസിസം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഫാസിസ് എന്ന് പറയുമ്പോൾ അതൊരു കെട്ട് വടികളാണ്, ഒരു കുറുവടികളുടെ ഒരു കെട്ടാണ്. ഫാസിസ് എന്ന് പറയുന്നത് ഏതോ ഒരു പഴയ റോമൻ അടയാളമായിട്ടുള്ള റോമൻ മുദ്രയായിട്ടുള്ള ഒന്നാണ് ഒരു ഫാസിസ്. അതൊരു കെട്ട് കുറുവടികളും ആ കുറുവടികൾക്ക് വിലകത്തിരുകുന്ന ഒരു കോടാലിയും, അങ്ങനെ ഒരു കെട്ടാണ്. ആ കെട്ടിന് ഒരുപാട് പല വിശുദ്ധികളും വന്ന് സങ്കല്പിച്ചു കൊടുത്തിരുന്നു. അതിന് വളരെ ആധ്യാത്മികമായ അല്ലെങ്കിൽ വളരെ പൗരാണികമായ മതാത്മകമായ ഒരുപാട് പവിത്രകൾ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു അടയാളമായിരുന്നു ഫാസിസ് എന്ന് പറയുന്ന അത്. ആ ഫാസിസ് എന്ന് പറയുന്ന ആ വാക്ക് 1914 ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടി പ്രത്യേകമായ ഒരു പാതയിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു രാഷ്ട്രോന്മാദം ഉണ്ടാക്കുന്ന, ദേശോന്മാദം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പെരുപ്പിച്ച് കൊണ്ടുവന്നു. യുദ്ധം എപ്പോഴും ഒരു പ്രത്യേകമായ മാനവികതയെ നശിപ്പിക്കുന്ന, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സകലമായ സർഗാത്മകതകളെയും നശിപ്പിക്കുന്ന, മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ശേഷികളെയും നശിപ്പിക്കുന്ന ഒന്നായിട്ട് യുദ്ധം മാറും എന്ന് നമുക്കറിയാം. ഒന്നാം ലോകയുദ്ധത്തോടു കൂടി ഫാസിസം എന്ന് പറയുന്ന ആശയത്തിന് മറ്റൊരർത്ഥത്തിലേക്ക് അത് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഫാസിസത്തിനെ പ്രതിരോധിക്കാനുള്ള മറ്റൊരാശയം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. ആ ഫാസിസത്തെ ചെറുക്കുന്ന സോഷ്യലിസം എന്ന് പറയുന്ന മറ്റ് പലതരത്തിലും ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ട് കടന്നു വന്നിട്ടുള്ള 1917 ഒന്നാമത്തെ സോവിയറ്റ് റഷ്യയുടെ ഭരണവും കൂടി വരുമ്പോൾ ലോകം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറിപ്പോകുന്നു. ആ മാറ്റത്തിനൊപ്പം ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് 1917 റഷ്യൻ വിപ്ലവം പൂർത്തിയാകുന്നു. നിങ്ങൾ ലെനിനെയും ഗാന്ധിയെയും ഒക്കെ കൂടെ അന്വേഷിച്ചു പോകുന്ന ആൾക്കാരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ ഗാന്ധി അതുപോലെ തന്നെ ലെനിൻ തുടങ്ങിയിട്ടവരുടെയൊക്കെ തന്നെ ഒരു പുതിയ സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം, അതൊരു പ്രത്യേക രീതിയിലേക്ക് കടന്നു വരുന്ന ഘട്ടമാണ് 1917-18 തുടങ്ങുന്ന കാലം. ഈ കാലത്താണ് ഫാസിസത്തിൻ്റെ അതിശക്തമായ അപരിഷ്കൃതമായ ഒരു അരങ്ങേറ്റം നടക്കുന്നത് മുസോളിനിയിലൂടെയാണ്. ഇറ്റലിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഫാസിസം ശക്തിപ്പെട്ടു വരുന്നത്, മറ്റൊരർത്ഥത്തിൽ ശക്തിപ്പെട്ടു വരുന്നത്. 1914 വരെ, ഒന്നാം ലോകയുദ്ധം വരെ ആ ആശയത്തിന് മറ്റൊരു രീതിയിലാണ് കൊണ്ടുപോയിരുന്നത്. ഒരു ചിഹ്നാത്മകമായ, അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു അടയാളം, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ വരുന്ന അടയാളങ്ങളുണ്ടല്ലോ, നിർമ്മായ കർമ്മണ ശ്രീ എന്നൊക്കെ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ വലിയ എംബ്ലം അടയാള വാക്യങ്ങളുണ്ട്. ആ അടയാള വാക്യങ്ങളെപ്പോലെ കണക്കാക്കി വന്നിരുന്ന ഒന്നാണ് 14 വരെ എങ്കിൽ പോലും യുദ്ധത്തോടു കൂടി അതിന് വേറൊരു രൂപത്തിൽ വന്നു. അതാണ് കുറുവടികളുടെ കെട്ടും അതുപോലെ തന്നെ കോടാലിയും ഒക്കെ ആയിട്ട് വരുന്നത്. മുസോളിനി എന്ന് പറയുന്ന ആൾ, ഇറ്റലിയിലെ മുസോളിനി എന്ന് പറയുന്ന ആൾ വന്നതോടുകൂടി ഇതിന് വളരെ വളരെ ക്രൂരമായ അല്ലെങ്കിൽ മാനവവിരുദ്ധമായ ആശയങ്ങളിലേക്ക് അത് കടന്നുപോയി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് 1917 ആ ഒരു സർക്കാർ, ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർക്ക് കണ്ണിലെ കരടായിരുന്നു. കാരണം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസോളിനിയുടെ ഈ ആശയം ശക്തിപ്പെടുന്നത്. കുട്ടികളാണ് അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടത്, ചെറുപ്പക്കാരാണ് കൂടുതൽ ആകർഷിക്കപ്പെട്ടത്. ഒരു പ്രത്യേകതരം വേഷവിധാനങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ വളരെ ലളിതമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു വശം മാത്രമായിരുന്നു. ഒരു ട്രൗസർ കഷ്ണിച്ച് പാതിയാക്കി മാറ്റുക,
ഒരു ഇത് മുഴുവനുള്ള പാൻറ്റാക്കി മാറ്റുക. അങ്ങനെ ഒന്നൊന്നര ആയിട്ടുള്ളൊരു പാൻറ്റും അതുപോലെ തന്നെ വളരെ വളരെ മുഷിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങളും ഒക്കെയാണ് നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക വേഷവിധാനങ്ങൾ. അത് ഒരു ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെ അവർ വളർത്തിയെടുത്തു. ചെറുപ്പക്കാരെ മുഴുവൻ വളർത്തിയെടുത്തു. അവർ അംഗീകൃതമായ ഭരണവ്യവസ്ഥകളെ ചോദ്യം ചെയ്തു. നിങ്ങൾക്കറിയാം, റിസ്റ്റാഗിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. പാർലമെൻറ്റ് കത്തിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ നശിപ്പിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ആ കാലത്ത് അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ 1917, 18 ഇത് 19 ആകുമ്പോഴേക്ക് രൂക്ഷമാകുന്നു. 19 ഈ അതിശക്തമായ ഫാസിസം, ആ ഫാസിസം എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ലോകശ്രേണിയും രൂപപ്പെട്ടു വരുന്നുണ്ട്. നിങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച്, ഗാന്ധിജിയുടെയൊക്കെ ഇതിനെക്കുറിച്ച്, അവരുടെയൊക്കെ തന്നെ ടോൾസ്റ്റോയിയുടെയൊക്കെ അങ്ങനെയുള്ള ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള സർഗാത്മക പ്രതിഭകളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവരൊക്കെ തന്നെ മനുഷ്യത്വ വിരുദ്ധമായ ഈ ആശയങ്ങൾക്ക് എതിരായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സോഷ്യലിസം എന്ന് പറയുന്നതും മറ്റൊരു ഭാഗത്ത് ഫാസിസം എന്ന് പറയുന്നതും 1915, 16 കൂടി പതുക്കെയായിട്ട് നാമ്പെടുക്കുകയും 20 ആകുമ്പോഴേക്ക് ശക്തിപ്പെടുകയും ചെയ്യുന്നു. 1920 ഗാന്ധിയുടെ അകത്ത്, കോൺഗ്രസിനകത്ത് ഗാന്ധിയുടെ ചമ്പാരൻ സമരമുണ്ട്. അതുപോലെ തന്നെ ഗാന്ധി നടത്തുന്ന നിരവധിയായ ഇന്ത്യൻ യാത്രകളുണ്ട്. ഗാന്ധി ഇന്ത്യയെ നടന്നു കണ്ട ആളാണ്, അല്ലെങ്കിൽ എവിടെ ഇരുന്ന് അന്വേഷിച്ച ആളെയല്ല. ഗാന്ധി ഇന്ത്യയെ നടന്നു കണ്ട ആളാണ്. അങ്ങനെ നടന്നു കണ്ട ഗാന്ധി ഇന്ത്യയിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഗാന്ധിയുടെ സമരങ്ങളുടെ പിൻവലിക്കലുകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ തന്നെ അദ്ദേഹം കണ്ടിട്ടുള്ളൊരു കാഴ്ചപ്പാട് മനുഷ്യ നന്മ എന്ന് പറയുന്നത്, മാനവ മോചനം എന്ന് പറയുന്നത്, അത് പല കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി, ഗാന്ധിയുടെ പ്രത്യേകമായ ഒരു വീക്ഷണമായിരുന്നു. 1920 ആകുമ്പോഴേക്ക് ഈ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ശക്തിപ്പെട്ടു വരുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഒരാശയമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ലോകവ്യാപകമായി ഈ ഒരാശയം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ധാരാളം പേർ നാട് കടത്തപ്പെട്ടിട്ടുണ്ട് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ട്. ഫാസിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഒരാശയമാണ്. അതുപോലെ തന്നെ എവിടെയെല്ലാം മനുഷ്യ സംബന്ധിയായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടത്തിലേക്ക് മനുഷ്യൻ വരുന്നുവോ അതിനെ ശിഥിലീകരിച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒന്നാണ് ഫാസിസം എന്ന് പറയുന്നത്. അതിന് വെറുപ്പ് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഫാസിസത്തോട് മല്ലടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുകൊണ്ട് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, എല്ലാവർക്കും ഭക്ഷണവും ഭൂമിയും സമാധാനവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ഭരണവ്യവസ്ഥക്കെതിരെ നിന്നുകൊണ്ടുള്ള മുസോളിനിയുടെ കടന്നാക്രമണങ്ങൾ, ഇതിനൊക്കെ ചെറുക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് തുടക്കത്തിൽ വന്നത്. എല്ലാത്തിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ആ പ്രസ്ഥാനത്തിൻ്റെ അകത്തൊക്കെ വ്യത്യസ്ത ആശയങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ്, ഉൾക്കൊള്ളലാണ്, തിരസ്കരിക്കലല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളലാണ്. ആ ഉൾക്കൊള്ളുന്നതിൽ പോരായ്മകൾ നികത്തി പോകേണ്ടതുണ്ട്. പക്ഷേ 1920 ആകുമ്പോഴേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഒരു പുതിയ ആശയം കൂടി കടന്നു വരുന്നു. അത് പിന്നെ ഈ പറയുന്ന മാർക്സിസം എന്ന് പറയുന്ന ആശയമാണ്. നമുക്ക് മലയാളിക്ക് അതിനേക്കാൾ അഭിമാനിക്കാം. 1911, 12 കാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആദ്യമായിട്ട് മാർക്സിനെ കുറിച്ച് സ്വദേശാഭിമാനി ആദ്യമായിട്ട് പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്, മാർക്സിനെ പരിചയപ്പെടുത്തുന്നത്. മലയാളി എത്രയോ മുമ്പ് മാർക്സിനെ അങ്ങനെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് സ്വദേശാഭിമാനിയിലൂടെ എന്നുകൂടി ഓർക്കുക. ആ മാർക്സിസം പതുക്കെ 20 ആകുമ്പോഴേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സ്വാധീനം ചെലുത്തുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ വരുന്നു. അതും നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം, ഒന്നുകൂടി അതിനെപ്പറ്റി അന്വേഷിച്ച് പോകണം എന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 1921, 24 എന്ന് പറയുന്ന വർഷങ്ങൾ, ഈ കാലത്താണ് അതിശക്തമായ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നിരവധിയായ ധാരണകൾ വരുന്നത്. അങ്ങനെ ധാരണകൾ വരുമ്പോൾ നിങ്ങൾ 1921 മലബാർ കലാപത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ മലബാർ കലാപം സാമ്രാജ്യത്വ വിരുദ്ധമായ പോരാട്ടവും കാർഷിക കലാപമായിരുന്നു എന്ന് നമുക്കറിയാം. അതിനകത്തേക്ക് എങ്ങനെയാണ് വർഗീയതയെ കൊണ്ടുചെന്നത് നമുക്കറിയാം. എങ്ങനെയാണ് മനുഷ്യരുടെ കൂട്ടായ്മകളെ വർഗീയത നശിപ്പിക്കുന്നത് എന്നൊക്കെ അനുഭവ പാഠത്തിലൂടെ 1921 എന്നുള്ള ആ സമരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് 21 കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും 1945, 46 കാലത്ത് മലയാളത്തിൽ ഏറ്റവും നല്ലൊരു രേഖ ഇറങ്ങിയിട്ടുണ്ട്. ആ രേഖ ആഹ്വാനവും താക്കീതും എന്ന് പറയുന്ന ഒരു രേഖയാണ്. അത് ഈ വർഗീയതയെ പഠിക്കാൻ, അതുപോലെ തന്നെ സമരങ്ങൾക്കകത്തുള്ള ചില പ്രശ്നങ്ങളെ പഠിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒന്നായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 21 ഈ പറയുന്ന വർഗീയത ശക്തിപ്പെടാൻ തുടങ്ങിയാണ് ഖിലാഫത്തോടു കൂടി മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നമ്മുടെ കാർഷിക കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. 24 ആകുമ്പോഴേക്കും 21, 24 അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരാളുടെ പേരുണ്ട്.
ആ പേര് സവർക്കർ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. വിക്രം ദാമോദർ സവർക്കർ എന്ന് പറയുന്ന VD സവർക്കർ എന്ന് പറയുന്ന ആള്. ഈ VD സവർക്കർ ദേശാഭിമാനി എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ രീതിയിൽ രാജ്യസ്നേഹിയായിരുന്ന ഒരു മനുഷ്യൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും പോരാട്ടം നടത്താൻ തയ്യാറായിട്ടുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു സാമ്രാജ്യത്വ ചിന്താഗതികൾ അല്ലെങ്കിൽ ഒരു ദേശവിരുദ്ധ ചിന്താഗതികൾ സ്വാധീനിക്കുക, അത് സാമ്രാജ്യത്വം എങ്ങനെയാണ് അതിന് ചെല്ലും ചെലവും കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ തെളിവാണ് ഈ പറയുന്ന സവർക്കർ എന്ന് പറയുന്നത്. ഇന്ന് സവർക്കർ ഇന്ത്യക്കകത്ത് ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിട്ടുണ്ട് എന്ന് കൂടി ഈ സമയത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒന്നാണ്. സവർക്കറുടെ ഈ ഒരു ആവേശം എന്ന് പറയുന്നത്, ആ ആവേശത്തെ വളരെ ശക്തിയായി തല്ലിക്കെടുത്താൻ ശ്രമിച്ചത് സാമ്രാജ്യത്വം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ, നിങ്ങൾ അന്തമാൻ പഠിക്കും ഇപ്പോൾ എന്ന് ഞാൻ ധരിക്കുന്നു. അന്തമാൻ നിക്കോബാറൊക്കെ തന്നെ, നിക്കോബാർ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇപ്പോൾ പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഭൂപ്രദേശമായി മാറിയിട്ടുണ്ട്. അന്തമാൻ പൂർണ്ണമായും അത് പഠിക്കപ്പെടേണ്ടുന്ന ഒരു പ്രദേശമായിട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്തമാനിലേക്കാണ് ഒരുപാട് ആൾക്കാരെ നാട് കടത്തിയിരുന്നത്. നിരവധി തടവറകളിൽ നിന്ന് നാട് കടത്തപ്പെട്ടവർ, ഈ പറയുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ നാടുകടത്തപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അവർ എന്നാണ് ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് അവർ ഓരോ ദേശത്തു നിന്നും മറ്റൊരു ദേശത്തുള്ള തൻ്റെ സഖാക്കളായി ആശയങ്ങൾ പങ്കുവച്ചിരുന്നത്? അവരെങ്ങനെയാണ് ഒരു പ്രത്യേക സ്കൂൾ ഉണ്ടാക്കിയത്? ആ പ്രത്യേക സ്കൂളിലൂടെ അവർ കൊണ്ടുവന്ന ഒരു മാനവിക മോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് അവർ കൂട്ടിയിണക്കിയത്? ഇതൊക്കെ നമ്മളിപ്പോൾ പഠന വിഷയമാക്കേണ്ടുന്ന ഒന്നാണ്. വെറുതെ കിട്ടിയ ഒന്നല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാനവിക സുഖങ്ങളും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറയുന്നു. 1924 ആകുമ്പോഴേക്ക് 21 നിങ്ങൾ അന്തമാൻ സന്ദർശിച്ചിട്ടുള്ള, ഞാനിപ്പോൾ ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് അന്തമാൻ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആ സെല്ലുലാർ ജയിലിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരുപാട് അനുഭൂതികളുണ്ട്. ആ അനുഭൂതികളിൽ അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള സവർക്കറുടെ ഒരു പ്രത്യേക മുറിയുണ്ട് എന്നുകൂടി ഓർക്കാം. അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ സവർക്കർ 1924 തൻ്റെ അവസാനത്തെ ജാമ്യാപേക്ഷ, 10-15 മാപ്പപേക്ഷകൾ സമർപ്പിച്ചിട്ടാണ് സവർക്കർ മോചിതനാകുന്നത്. ആ മോചിതനാകുന്ന സവർക്കർ 1924 പുറത്തു വന്ന് അദ്ദേഹം എഴുതിക്കൊടുത്ത അവസാനത്തെ ഗുജറാത്തിലെ ഒരു ജയിലിൽ വെച്ചിട്ടാണ് അദ്ദേഹം അവസാനത്തെ മാപ്പ് എഴുതി കൊടുക്കുന്നത്. ആ മാപ്പ് എഴുതി കൊടുക്കുമ്പോൾ എൻ്റെ മോചനം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അക്രീതദാസനായി പെരുമാറിക്കൊള്ളാം എന്നാണ്. ആ അക്രീതദാസനായി പെരുമാറിക്കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു മാപ്പപേക്ഷയിൽ വീണ്ടും അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് സവർക്കർ മോചിപ്പിക്കപ്പെടുന്നത്. ആ മോചിക്കപ്പെടുന്ന സവർക്കർ 1924 യഥാർത്ഥത്തിൽ സുരുക്കൂട്ടി കൊണ്ടുവന്നിരുന്ന വിഭജനത്തിൻ്റെ, അതുപോലെ തന്നെ വിഭാഗീയതയുടെ ഒരു വലിയ ആശയത്തിന് സമർപ്പിതമായ ഒരു ആശയ സംഹിത കൊണ്ടുവന്നത്. ചെറിയൊരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് ദ ഹിന്ദുത്വ എന്നാണ്. 1924 21 മുതൽ ആരംഭിക്കുകയും 24 ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. പുസ്തകമെന്ന് വളരെ അത്ര ദൈർഘ്യമേറിയ ഒന്നല്ലേ പോലും സംഗ്രഹീതമായ ഒരാശയമാണ് ദ ഹിന്ദുത്വ. വാക്ക് ഓർക്കണം, ഹിന്ദുത്വ എന്നാണ്, ഹിന്ദു എന്നല്ല. ഹിന്ദുത്വ ഒരാശയമായിട്ട് അതിനെ മാറ്റിയെടുത്തു. ആ ഹിന്ദുത്വ എന്ന ആ ഒരു ആശയം വരുന്ന സമയത്ത് 1924-25 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായ ആശയ സംവാദങ്ങൾ നടന്നു. ആ ആശയ സംവാദങ്ങൾ സാമ്രാജ്യത്വത്തിന് ഇങ്ങനെ ആഘാതങ്ങൾ ഏൽക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമായിരുന്നു. റഷ്യ വന്നിട്ട് സമാന്തരമായ ഒരു സാമൂഹ്യ ചേരി, അതുപോലെ തന്നെ മാനവിക ചേരി, ഒരു ഭരണചേരി അത് ലോകത്ത് പതുക്കെ ഉണ്ടായിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ലോകം പതുക്കെയായിട്ട് യൂണിപ്പോളാർ എന്നുള്ളതിലേക്ക്, ബഹുസ്വര ലോകം എന്ന് പറയുന്നിടത്തേക്ക് മാറാൻ തുടങ്ങുന്ന ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിലാണ് വളരെ കൃത്യമായും നാഷണൽ കോൺഗ്രസിനകത്തും ആശയ സംവാദങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങിയത്. നിരവധി ധാരകൾ അതിനകത്തുണ്ടായിരുന്നു, പോരാട്ടത്തിൻ്റെ നിരവധി ധാരകൾ. ഗാന്ധിയൻ ധാരയ്ക്കാണ് കൂടുതൽ പ്രസക്തി കിട്ടിയത് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. 1924-25 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ AIC സമ്മേളനങ്ങൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, എങ്ങനെയായിരിക്കണം ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെയായിരിക്കണം? രണ്ടഭിപ്രായങ്ങൾ വന്നു. അതിനകത്തുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രം വേണം. അതിനാണ് ദ്വിരാഷ്ട്രവാദം എന്ന് പറയാം. ജിന്നയാണ് അവതരിപ്പിച്ചത്, നമുക്കറിയാം ദ്വിരാഷ്ട്രവാദം കോൺഗ്രസിനകത്ത്. മറ്റൊരു കൂട്ടർ അത് ഹിന്ദു രാഷ്ട്രമായിരിക്കണം, ഭാരതം എന്ന് പറയുന്ന
ഹിന്ദു രാഷ്ട്രമായിരിക്കണം എന്നുള്ള വാദഗതിക്കാർ മറ്റൊരു കൂട്ടർ രൂപപ്പെട്ടു. മൂന്നാമതൊരു കൂട്ടർ ഇന്ത്യയിൽ മതനിരപേക്ഷമായ എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ബഹുസ്വരമായ ഒരു ഇന്ത്യ ആയിരിക്കണം എന്ന ധാരണ മൂന്നാമതൊരു കൂട്ടരും മുന്നോട്ട് വെച്ചു. അപ്പോൾ ഹിന്ദു രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, അതുപോലെ തന്നെ ബഹുസ്വര മതനിരപേക്ഷമായ ഒരു മഹാരാഷ്ട്രം. ഈ മൂന്ന് ചിന്താഗതികൾ 25-26 ആകുമ്പോഴേക്ക് വന്നു. ലാഹോറിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആ പ്രമേയം അവതരിപ്പിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാൾ ആ പ്രമേയം അവതരിപ്പിച്ചു. ഗാന്ധി ആ പ്രമേയത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഗാന്ധിയുടെ ചില സമയത്ത് ഗാന്ധി കാണിക്കുന്ന ചില കുട്ടികളുടെ ചില കുസൃതികളുണ്ട്. ഒരു ഗാന്ധി കാണിക്കുന്ന ചില സമയത്തുള്ള, ഇപ്പോൾ ഗാന്ധി കൂടുതൽ പഠിക്കപ്പെടുന്നുള്ളതുകൊണ്ട് ഗാന്ധി ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുമായിരില്ല പെരുമാറാം. അപ്പോൾ ഗാന്ധി ആ പൂർണ്ണ സ്വരാജ് എന്നുള്ളതിനെ ഗാന്ധി എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോത്തിലാൽ നെഹ്റുവിനെ കൊണ്ട് തന്നെ 1929 ആകുമ്പോഴേക്കും ഇത് കൃത്യമായ അർത്ഥത്തിൽ പൂർണ്ണ സ്വരാജിലേക്കുള്ള മുന്നേറ്റമായി മാറുന്നു. 1930 കൂടി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു ചർച്ച ആരംഭിക്കുന്നു. അതൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഭരണഘടനയെക്കുറിച്ച് ചർച്ചകൾ വരുന്നു. ആ ഭരണഘടനയുടെ സത്ത എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച വരുന്നു. അങ്ങനെ നിരവധിയായ സന്ദർഭങ്ങളിലൂടെയാണ് 30 മുതൽ 47 വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെ പോകുന്നതിലിടയ്ക്കാണ് ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പ്രചാരകർ വന്നത്. 1924 വന്നു. 25 RSS എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘ സംവിധാനം ഇന്ത്യക്കകത്ത് നിലവിൽ വരികയും ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സത്ത, ആശയ സത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ഈ സവർക്കറുടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ആ പുസ്തകമാണ്. അതിനെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഗോൾവാൾക്കറെ കാണാം. ആ ഗോൾവാൾക്കറുടെ ഇന്ത്യ അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന് പറയുന്ന പുസ്തകം വരുന്നത് കാണാം. ഗോൾവാൾക്കറുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ RSSന്റെ നേതാക്കന്മാർ പുസ്തക പ്രചാരണവുമായിട്ട് രംഗത്ത് വരുന്നു. അങ്ങനെ RSS 1925 കൂടി ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് കരുത്ത് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രമായി ആധിപത്യത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അതിനെ ചെറുത്തു നിന്നു എന്നുള്ളതാണ് 1996-99 വരെ നമുക്കുള്ള ഏറ്റവും അഭിമാനകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് ചെറുത്തും. ആരാ ചെറുത്തത്? മതനിരപേക്ഷ ജനാധിപത്യവാദികളായ ഇന്ത്യയിലെ ദേശീയ പ്രബുദ്ധതയുള്ള മുഴുവൻ മനുഷ്യരും അതിനെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ചു എന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. ഇന്ത്യ ഇങ്ങനെ, അതാണ് ഭാഷാമിൻ്റെ പ്രയോഗം, ഇന്ത്യ യഥാർത്ഥത്തിലൊരു വിസ്മയം തന്നെയാണ്. സ്വാതന്ത്ര്യം തന്നു പോകുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഏറിക്കഴിഞ്ഞാൽ 15 കൊല്ലം 20 കൊല്ലം അതിലപ്പുറം ഈ രാജ്യം നിലനിൽക്കില്ല എന്നാണ്. അവർ തന്നെ സ്വപ്നം അങ്ങനെ പൊയ്ക്കോളും എന്നാണ് അവർ ധരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ അതിജീവിച്ച് പോയില്ല. എങ്ങനെ അതിജീവിച്ചത്? മനുഷ്യരെ കൂട്ടി യോജിപ്പിച്ച് നിർത്തി എന്നുള്ളതുകൊണ്ട് തന്നെ. വേറെ വിഷയമാണ്, എനിക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന 1-2 പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ വളരെ മനോഹരമായി വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ്. മനോഹരമായി എന്ന് പറഞ്ഞാൽ സംഭവങ്ങളിലൂടെ കടന്നു പോകാവുന്ന ഒരു പുസ്തകമാണ്. ഓരോരുത്തരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് അതല്ലെങ്കിൽ അതോടുകൂടി തന്നെ വായിക്കാവുന്ന അത്തരം കാര്യങ്ങളിൽ ഏറ്റവും ആധികാരികമായിട്ട് അക്കാലത്ത്, ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും, രാമചന്ദ്ര ഗുഹയുടെ വളരെ പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങളുണ്ട്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു വന്ന പുസ്തകങ്ങളാണ്. അതിലൊന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യ, ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ, ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ. അത് 2 DC മലയാളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നല്ല പുസ്തകങ്ങളാണ്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്കും യാതൊരു വായിച്ചാൽ മനസ്സിലാവാൻ ഒരു പ്രയാസമില്ല. അത്ഭുതപ്പെട്ടു പോകും എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത വളർന്നതും ആ ദേശീയതയ്ക്കകത്ത് ഇത്തരത്തിലുള്ള വിഷക്കുത്തുകൾ ഉണ്ടായതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന രാമചന്ദ്ര ഗുഹ സൂചിപ്പിച്ചതെന്ന് മാത്രം. റോമണത്തപ്പുറം ഒരുപാട് ആൾക്കാരുണ്ട് ആ കാലത്ത്. അങ്ങനെ കടന്നു പോരുന്ന ഒരു ഇന്ത്യൻ ദേശീയ പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ എങ്ങനെയാണ് ഇന്ത്യ വർഗീയതയിലേക്ക് തിരിഞ്ഞു പോകുന്നത് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. നല്ല ശ്രമം നടത്തിയിട്ടാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് ധാരണ വേണം.